നമസ്കാരം. ഓൾട്ടോ കേറ്റനുണ്ട്. ഏകദേശം ഒരു 15 വർഷം കഴിഞ്ഞു. റീടെസ്റ്റ് ആകാറായിരുന്നു. അപ്പം അത് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു പെയിൻറ്റിങ്ങിൽ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു വർക്ക്ഷോപ്പിൽ പോയി ചോദിച്ചു ടച്ച് ആൻഡ് പോളിഷ് എങ്ങനെയാണ്. അപ്പോൾ അവർ നല്ലൊരു റേറ്റ് പറഞ്ഞു. പിന്നെ വന്ന് ആ റേറ്റ് പിന്നെ വന്ന് നമ്മൾ വീട്ടിൽ വന്ന് ആലോചിച്ച് ഇടയ്ക്ക് 2-3 വീഡിയോ ഒക്കെ കണ്ടു. അപ്പോൾ എന്താ ഒരു കളർ ചേഞ്ച് കൊടുത്താലോ എന്നൊരു മനസ്സിൽ തോന്നി. അപ്പം അങ്ങനെ കുറേ വീഡിയോകൾ നമ്മൾ കണ്ടു. കുറച്ച് വെറൈറ്റി കളർ എന്തായാലും കളർ ചെയ്യുകയാണ്. അപ്പം ഇച്ചിരി വെറൈറ്റി കളർ അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ കുറച്ച് എക്സ്പേർട്ട് പെയിൻറ്റേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ ആണ് സജസ്റ്റ് ചെയ്ത ഈ ക്യാൻഡി കളറിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ക്യാൻഡി കളർ എവിടെ കിട്ടും, വെറൈറ്റി അല്ലെങ്കിൽ നല്ല പക്ക കളർ എവിടെ കിട്ടുമെന്ന് കുറച്ച് തിരക്കി കഴിഞ്ഞ് അവസാനം നമ്മൾ തിരുവനന്തപുരത്തെ ബ്ലാക്ക് എഫക്സ് പെയിൻറ്റ്സ് എന്ന ഡീലറിനെ കോൾ ചെയ്ത് ഈ കളറിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കി. നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുമ്പം നമ്മൾ ക്ലിയറായിട്ട് വൃത്തിയായിട്ട് നീറ്റായിട്ട് അടിച്ചു തരുന്ന വർക്ക്ഷോപ്പ് തപ്പുക. അങ്ങനെ നമ്മൾ കുറച്ച് ഒരു 5 കൂടുതൽ വർക്ക്ഷോപ്പുകളിൽ പോയി തിരക്കി അവരുടെ വർക്കുകൾ കണ്ട് മനസ്സിലാക്കി. അതിൽ നിന്ന് നല്ലൊരു പക്ക വർക്ക് എനിക്ക് തോന്നിയത് നമ്മുടെ കാരമേലിലെ മനോജ് ഭായിയുടെ ഓട്ടോസൂം എന്ന് പറയുന്ന വർക്ക്ഷോപ്പാണ് എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത്. നമ്മുടെ മനസ്സ് ഒക്കെ പറഞ്ഞ ഒരു വർക്ക്ഷോപ്പായിരുന്നു അത്. കാരണം നമുക്ക് പെയിൻറ്റിങ് മാത്രമല്ല, ബാക്കി വണ്ടിയുടെ ചില്ലറ കുറേ പണികളുണ്ട്. അതും നീറ്റായിട്ട് ചെയ്ത് കിട്ടണമായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ മനോജ് ഭായിയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ സംസാരിച്ചു. മനോജ് ഭായിയോട് സംസാരിച്ചു. ഏറ്റവും മെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പെയിൻറ്ററിനോടാണ് നമ്മൾ കാര്യം പറയേണ്ടത്. നമ്മൾ ആ കളർ എങ്ങനെയുള്ള കളറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു വ്യക്തമായിട്ട് അവിടെയുള്ള പെയിൻറ്ററിനോട് കാര്യം പറഞ്ഞാൽ മാത്രമേ പെയിൻറ്ററിന് കാര്യങ്ങൾ മനസ്സിലാവും. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. ടെക്സ്റ്റിങ്ങിൽ ഏകദേശം 1.5 മാസം മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ വണ്ടി കൊണ്ട് അവിടെ ഏൽപ്പിച്ചു ഐശ്വര്യമായിട്ട്. നമ്മളൊരിക്കലും അവരെ ധൃതി പിടിപ്പിക്കാൻ പാടില്ല. അവരുടെ സമയം എടുത്ത് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടു. മെയിനായിട്ട് എനിക്ക് വർക്ക് ക്ലീൻ ആയിരിക്കണം, നീറ്റായിരിക്കണം. വണ്ടി ഞാൻ ഉദ്ദേശിച്ച കളറ് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്തു. എനിക്ക് ആ വർക്ക്ഷോപ്പിലെ ഉള്ള എല്ലാവരോടും ഓരോരുത്തരോടും നന്ദിയുണ്ട്. കാരണം എൻ്റെ വണ്ടി ഇത്രയും ഭംഗിയാക്കി തന്നത്. പ്രത്യേകിച്ച് മനോജ് ഭായിയോടും പെയിൻറ്റർ മനോജിനോടും. ഇതെൻ്റെ പഴയ വണ്ടിയാണ്. മനോജ് ഭായും ടീമും സംസാരിക്കുന്നത് ഒന്ന് കേട്ട് നോക്കൂ. നമസ്കാരം. നമസ്കാരം. അപ്പം സാറൊരു കളർ ചേഞ്ചിങ്ങിന് ഒരു വണ്ടി ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഒരു സാധാ ഒരു റെഡ് കളറാണ് നമുക്ക് കൊണ്ടുവന്നത്, മെറ്റാലിക് റെഡ്. അപ്പോൾ അത് നമുക്ക് സാർ നമ്മളോട് വന്ന് ചോദിച്ചു, ഇത് ക്യാൻഡി കളർ അടിച്ചു തരാൻ പറ്റുമോ? നമ്മൾ റിസ്കി പോലെ ചെയ്യാം, ചലഞ്ച് ഏറ്റെടുത്തു. ആ കളർ ഞങ്ങൾ ചെയ്തു തരാം എന്ന് ഞങ്ങൾ ചലഞ്ച് ഏറ്റെടുത്തു. സാറ് തന്നെ ഓൺലൈനും യൂട്യൂബ് വഴിയും പല വണ്ടികൾ കണ്ട് ആ രീതി ചെയ്തു തരാമെന്ന് എന്നോട് 2-3 വീഡിയോ ഒക്കെ ഇട്ട് വന്നിട്ട് ചോദിച്ചു. ഓക്കെ പറഞ്ഞു. സാറ് തന്നെ പെയിൻറ്റ് കളക്ട് ചെയ്ത് ഞങ്ങൾക്ക് തരികയാണ്. അപ്പം നമ്മൾ ആ വർക്ക് സ്റ്റാർട്ടിങ് തൊട്ട് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ അടുത്ത മനോജ് മൂപ്പരാണ് അതിൻ്റെ കംപ്ലീറ്റ് വർക്ക് ചെയ്തതും പെയിൻറ്ററാണ്. മൂപ്പർക്ക് അതിൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്, എങ്ങനെ എവിടെ നിന്ന് തുടങ്ങി അത് കംപ്ലീറ്റ് ആദ്യം തൊട്ട് അതിനകത്തിലെ കംപ്ലീറ്റ് പെയിൻറ്റുകളെല്ലാം റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് അതിനുശേഷം നമ്മളൊരു കൂട്ട് പ്രൈമർ കോട്ട് കൊടുത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുന്നോ ഇല്ലയോ എന്നറിയാം. അതിനുശേഷമാണ് നമ്മൾ പുട്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. പുട്ടി വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്ത് പുട്ടിപ്പണിയെല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും നല്ല ക്വാളിറ്റി ക്യാപ്ചേർഡ് തന്നെ 2K പ്രൈമർ അതിനകത്ത് നമ്മൾ അടിച്ചു. 2K പ്രൈമർ അടിച്ചെല്ലാം നല്ലോണം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടാണ് സെക്കൻഡ് പ്രൊസീജിയർ എന്നുള്ള നിലയ്ക്ക് തന്നെ അതിന് ബ്ലാക്ക് കളർ ബേസ് കോട്ട് ഫുള്ള് കൊടുക്കണം. അങ്ങനെ ബാക്ക് ഫുള്ള് ബേസ് കോട്ട് കൊടുത്ത് അതിന് ഉപരിയായിട്ട് ആ ബ്ലാക്ക് കളർ കൊടുത്തതിന് ശേഷമാണ് നമുക്ക് അടുത്ത പ്രൊസീജിയർ തുടങ്ങുന്നത്. അതിൻ്റെ കൊടുക്കേണ്ട സാധനങ്ങൾ സിൽവർ കൊടുക്കണം, അതിൻ്റെ ക്യാൻഡി കൊടുക്കണം,
ക്യാൻഡിയുടെ പുറത്ത് നമ്മൾ ഏറ്റവും ക്വാളിറ്റി കൂടിയ തന്നെ ഗ്ലാൻസ് വുഡിൻ്റെ ക്ലിയറാണ് കൊടുത്തേക്കുന്നത്. അത് വർഷങ്ങളോളം നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഒരു ക്ലിയറാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് മനോജ് ഭായി കൂടെ അടിച്ച ആളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന് വ്യത്യസ്തം എന്തൊക്കെയാണ്? ഇത് കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലത്ത് കിടക്കുമ്പോൾ ഒരു ഷെയ്ഡും അത് തണലത്തോട്ട് പോയാലപ്പം വേറൊരു ഷെയ്ഡുമാണ് വരുന്നത്. അത് പല ഷെയ്ഡുകളാണ് ആ വണ്ടിക്കകത്ത് കാണിക്കുന്നത്. റിസ്ക്കാണ് അത് അടിച്ചെടുക്കാനൊക്കെ. ഒരറ്റത്തുനിന്ന് എവിടെയെങ്കിലും ഒരു സ്പോട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കാണിക്കുന്ന കളറാണ്. സാധാ ഇവിടെ നേരത്തെ ക്യാൻഡി ഇവിടെ മിക്ക ദിവസങ്ങളിൽ അടിക്കുന്നുണ്ട്. പക്ഷേ അടിക്കുന്നുണ്ടെങ്കിലും ഇത് ഒരു വെറൈറ്റി കളറാണ്. അതുകൊണ്ട് നമുക്ക് പേടിച്ചാണ് ഇത് അടിക്കേണ്ടത്. ഇത് വർക്ക് അറിയാൻ വയ്യാത്ത ഒരാളെയും കൊണ്ട് ഇത് അടിക്കാൻ പറ്റില്ല. റിസ്ക് കളറാണ്. അതിൽ ഉപരി ഇതിനൊരു സ്പെഷ്യൽ ഓർഡറുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു കോട്ട അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് പ്രൊസീജിയർ എന്താണ്, പിന്നെ നമ്മൾ ഇതിനൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട്, അതായിരിക്കും അതിന് അടുത്ത ഷെയ്ഡ്. അങ്ങനെ ഇതിനൊരു പ്രത്യേക രീതിയിലുള്ള ഒരു കളറായതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നു മനോജ് ഭായി ഒരു 7 കോട്ടെങ്കിലും അടിച്ചിട്ടുണ്ടല്ലേ? 7 കോട്ടെങ്കിലും ചലഞ്ച് ഏറ്റെടുത്ത് ഞങ്ങൾ ചെയ്തൊരു ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് ഈ നമ്മളെ ഒരു മാൻ പവർ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലെ ചലഞ്ച് ഏറ്റെടുത്ത് നമ്മൾ ചെയ്തൊരു വർക്കാണ്. 7 കോട്ട് പെയിൻറ്റും ഓരോ കോട്ട് അടിക്കുമ്പോഴും അപ്പം നമ്മൾ സാൻഡ് ചെയ്ത് അത് ക്ലിയർ ചെയ്ത് സ്മൂത്താക്കി അതിനടുത്ത സ്റ്റെപ്പിലേക്കാണ് അടുത്ത കളർ അടിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ റിസ്ക്കാണ്, ഒരു ടാസ്ക്കാണ്. ചെറിയൊരു പൊടി പോലും വീണിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കാണിക്കും ഈ കളർ. സാധാ ക്യാൻഡി അപ്പോൾ അത്ര വലുതായിട്ട് പ്രശ്നമില്ല. അത് ബേസിൻ്റെ ക്യാൻഡി ഉണ്ട്, 2Kയുടെ ക്യാൻഡി ഉണ്ട്. ഇത് അടിച്ചേക്കുന്ന 2Kയുടെ ക്യാൻഡി ആണെങ്കിലും ഭയങ്കര റിസ്ക്കായിട്ടുള്ളൊരു വർക്കായിരുന്നു. പിന്നെ ഇടവൊന്നും വീഴരുത്, ലൈനായിട്ട് വീഴരുത്. ഇങ്ങനെ കുറേ കളർ തിരിഞ്ഞു മറിയാനൊക്കെ സാധ്യതയുണ്ട് ഈ ക്യാൻഡി അടിച്ച്. പക്ഷെ അതൊന്നും വരാത്ത രീതിയിലാണ് വണ്ടി അടിച്ചിട്ടേക്കുന്നത്. സാറിനും ഇഷ്ടപ്പെട്ടു, കസ്റ്റമർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ വണ്ടി. പല ആൾക്കാരും നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് എനിക്കൊരു 3-4 പേര് സമീപിച്ചു. ഒരുപാട് കുറേ നമുക്ക് ഓർഡർ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെയധികം പല ആൾക്കാരും സാറിൻ്റെ ഈ വണ്ടി കണ്ടതിന് ശേഷം പല ഓർഡറുകളും നമുക്ക് കുറച്ച് മുമ്പ് വന്ന മുസാഖ് എന്ന് പറയുന്ന പുള്ളി തന്നെ കമ്പനി പോലും ഇതുപോലൊരു കളർ കണ്ടിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലൊക്കെ ഞങ്ങൾ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. സാറിൻ്റെ ഈ വണ്ടി അടിച്ച് ഞങ്ങൾ 100% ഹാപ്പിയാണ്. സാർ ഇത് നല്ലോണം കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള വിശ്വാസത്തോടുകൂടി ഞങ്ങൾ ഈ വണ്ടി ഞങ്ങൾ സാറിന് ഹാൻഡ് ഓവർ ചെയ്യും. ഓക്കെ. അപ്പം വളരെ സന്തോഷമായിട്ടാണ് ഞങ്ങൾ ഈ വണ്ടി വർക്ക് പൂർത്തീകരിച്ച് സാറിൻ്റെ കയ്യിലേക്ക് തരുന്നത്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റിംഗ് വർക്കും പ്രൊസീജിയറും ഒക്കെ സാറ് ചെയ്തു, അത് വളരെ സന്തോഷം. അപ്പം ഇതുപോലുള്ള നല്ല വർക്കുകൾ ഇനിയും വരുവാണെങ്കിൽ നമ്മൾ അതുപോലെ തീർച്ചയായിട്ടും നമ്മൾ ചലഞ്ച് ഏറ്റെടുത്ത് നമ്മൾ ആ പെയിൻറ്റിങ് ചെയ്തിരിക്കും.